ശുഭാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ഒരു ആലു പൊറോട്ടയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ആലു പൊറോട്ട പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം മാവ് കുഴച്ച് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് മാവിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം പെർഫെക്റ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് വേറൊരു പരന്ന സ്ഥലത്ത് വെച്ചിട്ട് നല്ലതുപോലെ കൈ വെച്ച് ഒരു 5 മിനിറ്റോളം നമുക്ക് എത്രത്തോളം നമ്മൾ കുഴയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്കിത് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് പെർഫെക്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ കുഴച്ചെടുത്ത മാവിനെ നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3-4 ഉരുളക്കിഴങ്ങ്, ചെറിയ സൈസായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ് ഇതേപോലെ ക്യൂബ് സൈസ് കട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ഈ ഉരുളക്കിഴങ്ങിനെ വെള്ളം മാറ്റാനായി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം നല്ലതുപോലെ പോയതിന് ശേഷം നമുക്കിനി ഇത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് രീതിയിൽ നമുക്കിതെടുക്കാം, കട്ടകളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ നമ്മുടെ 5 മിനിറ്റോളം സമയമെടുത്തു ഇങ്ങനെ ഉടച്ചെടുക്കാൻ വേണ്ടി. കാരണം ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊരു പേസ്റ്റ് രൂപത്തിലെടുക്കാൻ വേണ്ടി. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മസാല തയ്യാറാക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും നമുക്ക് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. പേസ്റ്റാക്കിയോ അല്ലെങ്കിൽ ചതച്ചെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പം ഈ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 1 മിനിറ്റോളം സവാള ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്നതായ ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല ഗോൾഡൻ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം 1 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് 1 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതായ ആ ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ഒന്നും ഉരുളക്കിഴങ്ങ് വേവുന്ന സമയത്തൊന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മെത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കസൂരി മെത്തി കൈകൊണ്ട് ഇതേപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് കൈവച്ച് നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല പെർഫെക്റ്റായിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ബോൾസാക്കി എടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ മസാലയും ഓരോരോ ബോൾസാക്കി നമുക്ക് മാറ്റി ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതായ മാവ് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് കുറച്ചും കൂടെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുമ്പോൾ കുറച്ചും കൂടെ അത് നല്ല മയത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ ചെറിയ ബോൾസാക്കി നമുക്കിത് മാറ്റാം. ഇതേപോലെ എല്ലാ മാവും ചെറിയ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരു ഉരുള എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് പതുക്കെ ഒന്ന് ഇതൊന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ച് വേണം ഇത് പ്രസ് ചെയ്ത് കുറച്ച് പരത്തേണ്ടത്. ഇങ്ങനെ 1 മിനിറ്റ് സമയമെടുത്തു ഇങ്ങനെ പതുക്കെ നമുക്ക് കൈ കൊണ്ടിങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ആ മസാല വെച്ച് കൊടുക്കുന്നത്.
മസാല ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടത്തെ കയ്യിലാണ് നമ്മൾ ഈ മസാല വെച്ചിരിക്കുന്നത്. എന്നിട്ട് റൈറ്റ് കൈയുടെ നമ്മുടെ തള്ള വിരൽ കൊണ്ട് ഈ മസാല പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ബൗൾ എങ്ങനെ നമ്മൾ പിടിക്കും അതേപോലെ പിടിച്ചിട്ട് ഈ മസാല നമുക്ക് താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മറ്റേ കൈ കൊണ്ട്, അതായത് ഇടത്തെ കൈ നമ്മൾ പിടിച്ചിരിക്കുന്ന അത് നമ്മളിങ്ങനെ മേലോട്ട് മാവ് കൊണ്ടുവന്നിട്ട് ഒരു കപ്പ് പോലെ കപ്പ് സൈസിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്കിത് കവർ ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ ഇങ്ങനെ മേലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ മസാല ഉള്ളിലോട്ട് പോയി മാവ് മേലോട്ട് വന്നിട്ട് എക്സ്ട്രാ വരുന്ന മാവിന് നമുക്ക് കുറച്ചിങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് നല്ലൊരു ഉരുളയാക്കി നമുക്ക് ഇതെടുക്കാം. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്ന ആ ഫില്ലിംഗ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. ഇതേപോലെ ഒരു നല്ലൊരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത്രയും വന്ന എക്സ്ട്രാ മാവ് നമുക്കിതുപോലെ മുറിച്ച് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതേപോലെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ബോൾസ് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് സമയമെടുത്ത് നല്ല ക്ഷമയോടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. കാരണം നമ്മൾ കൈവച്ച് ആദ്യം ഇതൊന്ന് പതുക്കെ പരത്തുക, പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അതേപോലെ നമ്മൾ പതുക്കെ എത്രത്തോളം നമുക്ക് നീറ്റായിട്ട് ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ മസാല എല്ലാം ഇതേപോലെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പരത്തിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് കുറച്ച് മാവ് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഉരുള വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് തിരിച്ചും മറിച്ചും എടുക്കാം. ഇനി നമുക്ക് പരത്താം. അതിനായിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കരുത്, പതുക്കെ വേണം ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിക്കുക. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഓരോ സൈഡും ഇങ്ങനെ കൈ കൊണ്ട് മേളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വലിച്ച് എടുക്കുക. ഇങ്ങനെ ഒത്തിരി അങ്ങ് പ്രസ് ചെയ്ത് നമ്മൾ എടുക്കരുത്. ഇങ്ങനെ സ്ലോ ആയിട്ട് നമ്മളിങ്ങനെ പരത്തി എടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരത്തില്ല. ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു ചൂടായ പാനിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഏകദേശം നല്ലപോലെ വെന്തതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു വശം ഇതേപോലെ നല്ലതുപോലെ നെയ്യ് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഈ സൈഡിലും നമുക്ക് നല്ലതുപോലെ നെയ്യ് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്ക്ക് പകരം എണ്ണയായാലും കുഴപ്പമില്ല. എപ്പോഴും ഗ്യാസിൻ്റെ തീ ഒരു ലോ ഫ്ലെയിമോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ഓരോന്ന് ചുട്ടെടുക്കാൻ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പൊറോട്ടയും ചുട്ടെടുക്കാം. അങ്ങനെ എല്ലാ പൊറോട്ടയും നല്ല രീതിയിൽ ലോ ഫ്ലെയിമിലിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഒരു ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ ഗോഡ് ബ്ലെസ് യു ആൾ.